ഹായ് ഗായ്സ്, അപ്പോൾ ബ്രോമാൻസ് എന്ന് പറയുന്ന സിനിമ കണ്ടു. അരുൺ ഡി ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നത് കലാഭവൻ ഷാജോൻ, മാത്യു, സംഗീത്, ബിനു പപ്പു, ശ്യാം മോഹൻ, അർജുന അശോകൻ അങ്ങനെ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. സിനിമ ഒരു വൺ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മിസ്സിങ് തുടർന്ന് സംഭവിക്കുന്ന കുറച്ച് പരിപാടികളാണ് ബ്രോമാൻസ് എന്ന് പറയുന്ന സിനിമ. അതെന്ത് ചെയ്യാതെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ പോയി കാണുക. ഒരു മിസ്സിങ്ങിനെ തുടർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. ഒരു രണ്ട് മണിക്കൂർ 18 മിനിറ്റ് ഉണ്ട് ഈ സിനിമയിലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ചെറിയ പ്ലോട്ടാണെങ്കിൽ പോലും അത് നമ്മളെ ചിരിപ്പിക്കാൻ ഈ ഒരു സിനിമയിൽ ഒരു ഘടകമാണ്. അതൊരു രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് മാക്സിമം നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലെന്നല്ല, നല്ല രീതിയിലൊക്കെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവാണ്. ഇല്ലായിരുന്നെങ്കിൽ ഈ പടം വീണങ്ങനെ. തമാശയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതില്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാൻ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഒരു ടോട്ടലി ഫെയിലിയർ ആയാണ്. പക്ഷെ ചില ഇടങ്ങളിലൊക്കെ കുറച്ച് ചളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ശ്രമിച്ചിട്ടുണ്ട്, ഒരു തമാശ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സംഗീതം എടുത്ത് പറയണം. ഇതിൽ പുള്ളിക്കാരൻ വന്ന് തുടങ്ങുമ്പോൾ സിനിമയുടെ ലൈനപ്പ് എന്ന് മാറും. അടിപൊളിയായിട്ടുണ്ട്. പ്രേമലൂല് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും വരുമ്പോൾ പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഹരിഹരസുധൻ എന്നാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. അവരുടെ സൈഡിൽ നിന്ന് തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്, ഹരിഹരസുധൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ആ പേര് റിവീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ആ ഒരു കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സംഗീതനെയാണ്. രണ്ടാമത് അർജുൻ അശോകൻ വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരൻ നൈസായിരുന്നു. കുറച്ച് ഓവർ പരിപാടിയാണ്, എന്നിരുന്നാൽ പോലും അദ്ദേഹം അത് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പരിപാടി ചെയ്തിട്ടുണ്ട്. കലാഭവൻ ഷാജോനും കുഴപ്പമില്ലാതെ തോന്നി. മാത്യു ചില ഇടങ്ങളിലൊക്കെ പുള്ളിക്കാരൻ കുറച്ച് ഓവറായിട്ട് തോന്നി. ഓവറായിട്ടുള്ളതാണ്, എന്നിരുന്നാൽ പോലും അത് കുറച്ചും കൂടെ ഒരു ലിമിറ്റഡ് ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മെയിൻ കോമഡിയാണ്. അപ്പം അത് നീതി പുലർത്തിയിട്ടുണ്ട്. ലാഗ് ഉണ്ട് പടം. സെക്കൻഡ് ഹാഫൊക്കെ ഒരു മിസ്സിങ് ആണ്. അപ്പോൾ അതിനെ തുടർന്ന് അപ്പം കുറച്ച് വലിപ്പം കുറച്ചൊന്നും കുറയ്ക്കാമായിരുന്നു. പിന്നെ തമാശയൊക്കെ ഇടയ്ക്ക് ചിരിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് വിട്ടുപോകും. ചെറിയ ലാഗുണ്ട്, പക്ഷെ അത് കുറച്ച് കുറയ്ക്കാമായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അതാണ് ബ്രോമാൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഓക്കെ എന്നാൽ.